എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം ആസിഡുകളും ആൽക്കലിയും എന്ന ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആസിഡിൽ ഒരു ലിറ്റ്മസ് പേപ്പർ മുക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പായിരിക്കും. ലിറ്റ്മസ് പേപ്പറിന്റെ നിറങ്ങൾ ചുവപ്പും നീലയുമാണ്. ലിറ്റ്മസ് പേപ്പറിന്റെ നിറങ്ങൾ ചുവപ്പ്, നീല. ആസിഡുകളുടെ രുചി പുളി രുചിയാണ്. ആസിഡുകളുടെ രുചി പുളി. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങിയവ. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ആസിഡുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, മറ്റ് നിരവധി ആസിഡുകളും ഉണ്ട്. ഇനി ഓരോരോ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് SCERT ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മോരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, പുളിയിൽ ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അതേപോലെ പഠിക്കണം. നാരങ്ങയിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, ആപ്പിളിൽ മാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓരോരോ ഭക്ഷ്യവസ്തുവിലും അടങ്ങിയിരിക്കുന്ന ആസിഡ്. മോര് ലാക്റ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, വിനാഗിരി അസറ്റിക് ആസിഡ്, പുളി ടാർട്ടാറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ്, ആപ്പിൾ മാലിക് ആസിഡ്. രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രാസവസ്തുക്കൾ രുചിച്ചു നോക്കരുത്, സ്പർശിക്കരുത്. രാസവസ്തുക്കൾ നമ്മൾ മണത്ത് നോക്കാൻ പാടില്ല. ശരീരത്തിൽ രാസവസ്തുക്കൾ വീഴാൻ പാടില്ല. കുപ്പിയിൽ നിന്ന് ആസിഡ് എടുക്കുമ്പോൾ ഡ്രോപ്പർ നമ്മൾ ഉപയോഗിക്കണം. ആസിഡ് നേർപ്പിക്കുമ്പോൾ ബീക്കർ എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർക്കണം. ഹോൾഡർ ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ. ഇത്രയും കാര്യങ്ങൾ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. PSC ചോദിച്ചിട്ടുള്ളതാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. പുളി, മോര്, വിനാഗിരി, നാരങ്ങാനീര് എന്നിവ അടങ്ങിയ ആഹാര വസ്തുക്കൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം എന്താണ്? ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് മറ്റ് രാസപ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യർക്ക് ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല. പുളി, മോര്, വിനാഗിരി, നാരങ്ങാനീര് എന്നിവ അടങ്ങിയ ആഹാര വസ്തുക്കൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പുളി, മോര്, വിനാഗിരി, നാരങ്ങാനീര് എന്നിവ അടങ്ങിയ ആഹാര വസ്തുക്കൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറില്ല. ഇതിന്റെ കാരണം ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ചില ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് 16ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. ചില ലോഹങ്ങൾ ആസിഡുകളുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കും. ഇത് 16ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു വാതകത്തെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഈ ഒരു വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചതും അതുകൊണ്ട് തന്നെ ഹെൻറി കാവൻഡിഷ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹൈഡ്രജൻ വാതകത്തിന് ആ പേര് നൽകിയിട്ടുള്ളത് ലാവോസിയർ ആണ്. ഹൈഡ്രജൻ വാതകത്തിന് ആ പേര് നൽകിയത് ലാവോസിയർ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥമുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ മൂലകമാണ്. കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ. കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ. കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവ. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. PSC 1 മാർക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, CO2 എന്ന് പറയും. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്.
തീ കെടുത്തുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ്. തീ കെടുത്തുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുത്ത് അതിൽ മുട്ടത്തോടിന്റെ കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിൽ മുകളിൽ ഒരു തീപ്പെട്ടി കൊള്ളി കത്തിച്ച് കാണിച്ചാൽ എന്ത് സംഭവിക്കും? തീ കെട്ടുപോകും. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച കുറച്ച് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. ഇതെടുത്ത് അതിൽ മുട്ടത്തോടിട്ടാൽ മുട്ടത്തോടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഈ കാൽസ്യം കാർബണേറ്റുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ CO2 പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ CO2 പ്രൊഡ്യൂസ് ചെയ്ത് CO2 തീ കെടുത്തുന്ന ഒരു വാതകമാണ്. അപ്പോൾ അത് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തീപ്പെട്ടി കെട്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുത്ത് അതിൽ മുട്ടത്തോടിന്റെ കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിന് മുകളിൽ ഒരു തീപ്പെട്ടി കൊള്ളി കത്തിച്ച് കാണിച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ തീ കെട്ടുപോവാണ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. സോഡിയം ബൈകാർബണേറ്റ് എന്നറിയപ്പെടുന്നത് അപ്പക്കാരത്തെയാണ്. സോഡിയം ബൈകാർബണേറ്റ്, ഇവിടെ ബൈ ഉണ്ട്, ഇവിടെ ഡബിൾ പായ് ഉണ്ട് എന്ന രീതിയിലാണ് ഞാനത് ഓർത്തു വെക്കല്. സോഡിയം ബൈ അപ്പ, അങ്ങനെ ആ ഒരു ഇത് വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടാറുണ്ട്. നിങ്ങളും അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ആലോചിച്ച് വെക്കുക. സോഡിയം ബൈകാർബണേറ്റ് അറിയപ്പെടുന്നത് അപ്പക്കാരം എന്നാണ്. സോഡിയം ബൈകാർബണേറ്റ് അറിയപ്പെടുന്നത് അപ്പക്കാരം എന്നാണ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടാൻ കാരണമായ ആസിഡാണ് ഫോർമിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടാൻ കാരണമായിട്ടുള്ള ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഫോർമിക് ആസിഡ് ആണ്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടാൻ കാരണമായിട്ടുള്ള ആസിഡ് ഫോർമിക് ആസിഡ്. കോഴിമുട്ട വച്ച ബീക്കറിൽ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ കോഴിമുട്ട മുകളിലേക്കും താഴേക്കും പോകുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതിന്റെ കാരണം എന്താണ്? മുട്ടത്തോടിലെ കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നതിനാലാണ് ഈ ഒരു കോഴിമുട്ട ബീക്കറിൽ വെച്ച് വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ കോഴിമുട്ട മുകളിലേക്കും താഴേക്കും പോകുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ബീക്കർ എടുക്കുക, അതിലേക്ക് വിനാഗിരി ഒഴിക്കുക. അങ്ങനെ വിനാഗിരി ഒഴിച്ച് അതിലൊരു മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കോഴിമുട്ട മുകളിലേക്കും താഴേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുട്ടത്തോടിലുള്ള കാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ ശാസ്ത്രീയ നാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. വെള്ളം ഉള്ളതുകൊണ്ട് ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിന്റെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക. ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ രാസനാമമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡയുടെ രാസനാമം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം. കാസ്റ്റിക് പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷിന്റെ രാസനാമം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചത് അറിയപ്പെടുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി എന്നാണ്. ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചത് അറിയപ്പെടുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി. ലിക്കർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചത് അറിയപ്പെടുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി എന്നാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലിയാണ്. അപ്പൊ നമ്മൾ ഒരു ലിറ്റ്മസ് പേപ്പർ ആൽക്കലിയിൽ മുക്കി കഴിഞ്ഞാൽ അതിന് എപ്പോഴും നീല നിറമാണ് ഉണ്ടാവുക. അപ്പൊ ഒരു ചുവപ്പ് ലിറ്റ്മസ് ആണ് നമ്മൾ ഈ ഒരു ആൽക്കലിയിൽ മുക്കുന്നതെങ്കിൽ അതിന് നീല നിറമാവും. അപ്പൊ നീല നിറം തന്നെയാണ് നമ്മൾ ഒരു ആൽക്കലി ലായനിയിൽ മുക്കുന്നതെങ്കിൽ ആ ഒരു നീല നിറം തന്നെ തുടരും, നിറം മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ആൽക്കലിയുടെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആൽക്കലി ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കും. ആൽക്കലിക്ക് കാരരുചിയുണ്ട്, വഴുവഴുപ്പുണ്ട് ആൽക്കലിക്ക്. ആൽക്കലിയുടെ പൊതു സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു, ആൽക്കലിക്ക് കാരരുചിയുണ്ട്, ആൽക്കലി വഴുവഴുപ്പ് ഉള്ളതാണ് എന്നുള്ളത് കൂടെ അവിടെ ഓർത്തിരിക്കുക. മഞ്ഞൾ പുരണ്ട വസ്ത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ആ ഭാഗത്ത് ഏത് നിറം വരുന്നു? ചുവപ്പ് നിറം വരുന്നു. നമ്മൾ മഞ്ഞൾ പുരണ്ടിട്ടുള്ള ഒരു വസ്ത്രം അത് സോപ്പ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ഏത് നിറം കാണാനാവും എന്ന് ചോദിച്ചാൽ ചുവപ്പ് നിറമാണ് കാണാനാവുക. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ എന്ന് പറയുന്നത്. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ സൂചകങ്ങൾ എന്ന് പറയും. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്
ലിറ്റ്മസ് പേപ്പർ. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നിർവിരീകരണം എന്ന് പറയുന്നത്. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ജലവും ലവണവും ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ നിർവിരീകരണം എന്ന് പറയാം. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പും ജലവും. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് അതായത് കാസ്റ്റിക് സോഡ ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥമാണ് സോഡിയം ക്ലോറൈഡും ജലവും. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സോഡിയം ക്ലോറൈഡും ജലവും. ഒന്നുകൂടെ പറയാം, ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ജലം ഉണ്ടാവും. കേരളത്തിലെ മണ്ണ് പൊതുവെ ആസിഡ് സ്വഭാവമുള്ളതാണ്. അത് കുറയ്ക്കുന്നതിന് വേണ്ടി മണ്ണിൽ ചേർക്കുന്ന വസ്തു കുമ്മായമാണ്. കേരളത്തിലെ മണ്ണ് പൊതുവെ ആസിഡ് സ്വഭാവമുള്ളതാണ്. കേരളത്തിലെ മണ്ണ് ആസിഡ് സ്വഭാവമുള്ളതാണ്. ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആൽക്കലി ചേർക്കും, ആൽക്കലി ആയിട്ടുള്ള കുമ്മായം ചേർക്കും. കേരളത്തിലെ മണ്ണ് പൊതുവെ ആസിഡ് സ്വഭാവമുള്ളതാണ്. അത് കുറയ്ക്കുന്നതിന് വേണ്ടി മണ്ണിൽ ചേർക്കുന്ന വസ്തു കുമ്മായമാണ്. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്നത് pH പേപ്പറാണ്. നമ്മളെ കയ്യിലുള്ള ഒരു വസ്തു അത് ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയുന്നതിന് നമ്മൾ pH പേപ്പറാണ് ഉപയോഗിക്കുക. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയുന്നതിന് നമ്മൾ pH പേപ്പർ ഉപയോഗിക്കും. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം PSC ചോദ്യമാണ്. നിർവീര്യ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസിഡോ ആൽക്കലിയോ ആയിരിക്കില്ല. അതിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7. നിർവീര്യ വസ്തു അതായത് ആസിഡോ ആൽക്കലിയോ അല്ലാത്ത വസ്തുവിന്റെ pH മൂല്യം 7 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യവും 7 തന്നെയാണ്. ശുദ്ധജലം ഒരു നിർവീര്യ വസ്തുവാണ്, അതുകൊണ്ട് ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ആൽക്കലികളുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. ആൽക്കലികളുടെ pH മൂല്യം 7ൽ കൂടുതൽ. ആൽക്കലികളുടെ pH മൂല്യം 7ൽ കൂടുതൽ. ആസിഡുകളുടെ pH മൂല്യം 7ൽ കുറവാണ്. ആസിഡുകളുടെ pH മൂല്യം 7ൽ കുറവ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആസിഡ് ആയിരിക്കും. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരിക്കും എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആസിഡാണ്. തെറ്റായ ആഹാര രീതികൾ പിന്തുടരുക, ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കാതിരിക്കുക എന്നിവ ആമാശയത്തിൽ ആസിഡിന്റെ അളവ് കൂട്ടുന്നതിന് കാരണമാകുന്നു. ഇതറിയപ്പെടുന്നത് അസിഡിറ്റി എന്നാണ്. നമ്മൾ തെറ്റായ രീതിയിലുള്ള ആഹാര രീതി പിന്തുടരുക, ശരിയായ രീതിയിൽ വേണ്ടത്ര ആഹാരം നമ്മൾ കഴിക്കാതിരിക്കുക, വേണ്ടത്ര നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര ജലം നമ്മൾ കുടിക്കാതിരിക്കുക എന്നിവയൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ആമാശയത്തിൽ ആസിഡിന്റെ അളവ് കൂട്ടുന്നതിന് കാരണമാകും. ഇതറിയപ്പെടുന്നത് അസിഡിറ്റി എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അസിഡിറ്റി പരിഹരിക്കാൻ ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കാറുള്ള ഔഷധങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ആൽക്കലി ആയിരിക്കും. അപ്പോൾ ആൽക്കലി നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ആസിഡിന്റെ അളവ് കുറയും, അങ്ങനെ അസിഡിറ്റി കുറയും. അസിഡിറ്റി പരിഹരിക്കാൻ ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കാറുള്ള ഔഷധങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആൽക്കലിയാണ്. ഇനി അടുത്തതായിട്ട് ആൽക്കലിയുടെ ഉപയോഗങ്ങളാണ് പറയുന്നത്. സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആൽക്കലി ഉപയോഗിക്കുന്നു. സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾക്ക് ആൽക്കലി ഉപയോഗിക്കാറുണ്ട്. മലിനജല ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ആൽക്കലി ഉപയോഗിക്കാറുണ്ട്. ഇനി ഓരോരോ ആസിഡും അതിന്റെ ഉപകരണങ്ങളും ഉപയോഗം കൂടി നമുക്ക് ഈ SCERT-യിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് നോക്കി പോവാം. വിനാഗിരി, അതായത് നമ്മൾ ഈ ഒരു വിനാഗിരി ഏത് ആസിഡാണ്? അസിറ്റിക് ആസിഡാണ്. ഇത് അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നു. ഇനി സിട്രിക് ആസിഡിന്റെ ഉപയോഗം ഭക്ഷ്യവസ്തുക്കൾ കേടാതെ സൂക്ഷിക്കാൻ
സഹായിക്കുന്നുണ്ട്. പിന്നെ പാനീയങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഇതിൽ രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എന്നിവ ഉപയോഗിക്കുന്നു. പിന്നെ സൾഫ്യൂരിക് ആസിഡ് PSC നിരന്തരം ചോദിച്ചതാണ്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. പിന്നെ ടാനിക് ആസിഡ്, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ടാനിക് ആസിഡാണ് ഉപയോഗിക്കുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.